നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന പല ആളുകളും പറയുന്ന പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നമാണ് മലം കറക്റ്റായിട്ട് പോകുന്നില്ല, എപ്പോഴും മലബന്ധമാണ്. എനിക്ക് 2-3 ദിവസം കഴിഞ്ഞാലേ മലം പോകുന്നുള്ളൂ, ഇനി പോയാലും കൃത്യമായിട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ പോയി കഴിഞ്ഞാലും വീണ്ടും വീണ്ടും പോകണമെന്ന് തോന്നുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങൾ ശരിക്കും കുടലിനെ മാത്രമാണോ ബാധിക്കുന്നത്, അതോ അത് ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥയെ തന്നെ ബാധിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് ഇതിന് എതിരായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാന്നുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ഇന്ന് നോക്കാം. ഞാൻ ഡോക്ടർ അനഘ സുരേന്ദ്രൻ, ഡോക്ടർ ഹിബ സരോവിയ ഹോമിയോപ്പതി ക്ലിനിക്, പെരിന്തൽമണ്ണ. നമ്മുടെ ശരീരത്തിലെ മലം കറക്റ്റായിട്ട് പോവാതിരിക്കാനായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ വരുന്ന 3 പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് കാരണമാകുന്നുള്ളത്. അതിൽ ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ളത് വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് തന്നെയാണ്. എത്രയൊക്കെ നമ്മൾ വെള്ളം കുടിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞാലും പല ആളുകളും അവരുടെ ജീവിതത്തിലെ തിരക്ക് കാരണമോ അല്ലെങ്കിൽ കുടിക്കാൻ സമയം കിട്ടാറില്ല, അല്ലെങ്കിൽ ദാഹം എടുക്കുന്നതേ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ മലം കറക്റ്റായിട്ട് പോകുന്നത് കുറയ്ക്കുകയാണ് ചെയ്യാന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ വെള്ളം കൂടി കുറയുന്നത് മലബന്ധത്തെ മാത്രമല്ല, പല പല കാരണങ്ങളെയും ബാധിക്കുന്നുണ്ട്. വെള്ളം കുടിക്കുന്നത് കുറയുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് കൃത്യമായിട്ടുള്ള അളവിൽ വെള്ളമില്ല എന്നുള്ളതാണെങ്കിൽ, നമ്മുടെ മലം പോകുന്നതിന് മുമ്പായിട്ട് കുടലിൽ വെച്ച് തന്നെ നമ്മുടെ മലത്തിൽ നിന്നായിരിക്കും വെള്ളം വലിച്ചെടുക്കുക. ഇത്തരം സാഹചര്യങ്ങളിൽ മലം വളരെ കട്ടിയായിട്ട് പോകാനും വളരെ ഡ്രൈ ആയിട്ടും വളരെ വേദനയുള്ള തരത്തിൽ പോകാനുമായിട്ട് കാരണമാകുന്നുണ്ട്. അതേപോലെ രണ്ടാമതായിട്ട് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിൻ്റെ കുറവ് തന്നെയാണ്. എത്രയൊക്കെ ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണം അധികമായി കഴിക്കാൻ പറ്റുന്നോ അത്രയും നമുക്ക് മലബന്ധം തടയാൻ പറ്റുമെന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ചെയ്യുന്നത്, എപ്പോഴും നമ്മൾ വ്യായാമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പറയാറുണ്ട്. പക്ഷേ പല ആളുകളും എപ്പോഴും മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് വ്യായാമം എന്നുള്ളത്. നിങ്ങൾ ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും നടക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടലിൻ്റെ ചലനം കൂടെ അതൊന്ന് മെച്ചപ്പെടുത്താനും അതേപോലെ ഈ മലം ഒന്ന് നന്നായിട്ട് പോവാനായിട്ടും ഇത് കാരണമാകുന്നുണ്ട്. ഇനി മലം കൃത്യമായിട്ട് പോയിട്ടില്ല എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ശരീരം എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിച്ചു തരിക എന്നുള്ളത് ഒന്ന് നോക്കാം. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് മലത്തിൻ്റെ കൺസിസ്റ്റൻസിയും മലത്തിൻ്റെ നിറവും തന്നെയാണ്. പല ആളുകളും വന്ന് പറയുന്നത്, എനിക്ക് 2-3 അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ ആയിട്ട് കറക്റ്റായിട്ട് മലം പോകുന്നില്ല, ഇനി പോയാൽ തന്നെ വളരെ കട്ടിയായിട്ടാണ് പോകുന്നത്, മലം പോകുമ്പോൾ വളരെ അസഹനീയമായിട്ടുള്ള വേദനയും എരിച്ചിലും ഒക്കെ ഉണ്ട് എന്നുള്ളത് പറയാറുണ്ട്. ഇത് തന്നെയാണ് ഏറ്റവും മെയിനായിട്ട് നമ്മൾ കാണേണ്ട ലക്ഷണവും. മലത്തിൻ്റെ കട്ടിപ്പും അതേപോലെ ഡ്രൈ ആയിട്ടും വളരെ കറുത്ത നിറത്തിലും മലം പോവുകയാണെന്നുണ്ടെങ്കിൽ മലം കറക്റ്റായിട്ട് പോകുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ്. അടുത്തതായിട്ട് പറയാനുള്ള ലക്ഷണം എന്ന് പറയുന്നത് വിശപ്പില്ലായ്മ. വിശപ്പ് വളരെ കുറവാണ്, ഭക്ഷണം കഴിക്കാനേ തോന്നുന്നില്ല, ഇനി വയറെപ്പോഴും വീർത്തിരിക്കുന്ന ഒരവസ്ഥയുണ്ട്, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിലും അത് ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. ഇനി ഈ ഒരു പ്രശ്നം കുടലിനെ മാത്രമാണോ ബാധിക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ശരീരഭാഗങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ പുതിയ പഠനങ്ങൾ പറയുന്നത് നമ്മുടെ കുടലിനെ ബാധിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ മറ്റുള്ള ശരീരഭാഗത്തെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ലീക്കി ഗട്ട് സിൻഡ്രോം എന്നുള്ളതാണ്. നമ്മുടെ മലം കറക്റ്റായിട്ട് പോവാതെ നിൽക്കുകയാണ്, കുടലിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലുള്ള വിഷാംശങ്ങൾ കുടലിൻ്റെ ഭിത്തി വഴി പുറത്തേക്ക് അല്ലെങ്കിൽ രക്തത്തിലേക്ക് കലരാനും അത് പല പല ശരീരഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ ശരീരത്തിൻ്റെ പല ഭാഗത്തും ചൊറിച്ചിലുണ്ടാക്കാനും അതേപോലെ വീക്കം ഉണ്ടാക്കാനും കാരണമാകുന്നുണ്ട് എന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിന് എപ്പോഴും ഹാപ്പിയായി വെക്കാനുള്ള ഏറ്റവും ഉള്ള ഒരു ഹോർമോണാണ് സെറട്ടോണിൻ എന്ന് പറയുന്നത്. ഈ സെറട്ടോണിൻ ഉണ്ടാക്കുന്നതിൻ്റെ 90% കുടലിലാണുള്ളത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഈ കുടലിൽ ഇത്തരം ബാക്ടീരിയകൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് കാരണം ഈ സെറട്ടോണിൻ്റെ അളവ് കുറയാനും നമ്മുടെ സന്തോഷത്തിന് തന്നെ അത് ബാധിക്കാനും ഈ ഉത്കണ്ഠ അല്ലെങ്കിൽ വിഷാദം പോലുള്ള രോഗങ്ങൾ അമിതമാക്കാനും ഇത് കാരണമാകുന്നുണ്ട് എന്നുള്ളത് പുതിയ പഠനങ്ങൾ പറയുന്ന ഒന്നാണ്. ഇനി നമ്മുടെ കുടലിനുള്ളിൽ ഒരു സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ നല്ല ബാക്ടീരിയകളും ചീത്ത ബാക്ടീരിയകളും ഒരു ബാലൻസ് ആയിട്ടാണ് പോകുന്നത്. ഈ മല ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചീത്ത ബാക്ടീരിയയുടെ അളവ് കൂടാനും അതേപോലെ നല്ല ബാക്ടീരിയകളൊക്കെ നശിച്ചു പോകാനും ഇത് കാരണമാകുന്നുണ്ട്. അങ്ങനെ ആകുമ്പോഴും പല പല തരത്തിലുള്ള ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൂടെ കണക്കാക്കുമ്പോൾ
നമുക്ക് ഇതിൻ്റെ കൂടുതൽ ലക്ഷണങ്ങളായിട്ട് പറയാവുന്നത് ശരീരത്തിൻ്റെ പല ഭാഗത്തുള്ള ചൊറിച്ചിൽ, വീക്കം, അതേപോലെ തന്നെ ഒരു ദിവസം മുഴുവനും ഒരു ക്ഷീണം അനുഭവപ്പെടുക, ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കുറവ്, ഇത്തരം കാര്യങ്ങൾ കൂടെ ഈ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി എപ്പോഴാണ് നിങ്ങളൊരു ഡോക്ടറെ കാണേണ്ടത്? എല്ലാ ദിവസവും മലം പോകുമ്പോൾ ഈ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഒരു 2-3 ദിവസം മാക്സിമം, അല്ലെങ്കിൽ അതിൻ്റെ മേലേക്കും ഈ പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് വയറ്റിൽ നിന്ന് പോകുന്നില്ല, അങ്ങനെയുള്ള സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡോക്ടറെ കണ്ടിരിക്കേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് ഈ മലം പോകുന്ന സമയത്ത് വളരെ അസഹനീയമായ വേദനയും അതേപോലെ തന്നെ രക്തം വരുന്നുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ ഉറപ്പായിട്ടും നിങ്ങൾ ഡോക്ടറെ കണ്ട് അതിനുള്ള പരിഹാരങ്ങൾ, അതിനുള്ള മാർഗനിർദ്ദേശങ്ങളും മരുന്നുകളും കഴിക്കേണ്ടതാണ്. ഇനി ഈ മലബന്ധം നമ്മൾ ട്രീറ്റ് ചെയ്യാതെ വിടുകയാണെന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ ഫിഷർ, പൈൽസ് പോലുള്ള പ്രശ്നങ്ങൾക്ക് 90% കാരണമാവുന്നുണ്ട് എന്നുള്ളതും കൂടെ നിങ്ങളിപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങളൊരു ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. ഇനി ഈ പ്രശ്നങ്ങൾ മാറാനായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചില ടിപ്സുകൾ കൂടെ ഞാനിതിൽ ആഡ് ചെയ്യാം. അതിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത്, നമ്മൾ ദിവസവും രാവിലെ എണീച്ച ഉടനെ ഇളം ചൂടുള്ള വെള്ളം കുടിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ചൂടുള്ള വെള്ളമാണ് കുടലിൻ്റെ ചലനത്തിനും അതേപോലെ മലത്തിൻ്റെ ഒരു മൃദുത്വം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് കൂടുതലായിട്ടും ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി രണ്ടാമതായി ചെയ്യാവുന്നത്, നിങ്ങൾ BP ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ലിറ്റർ ഇളം ചൂടുള്ള വെള്ളത്തിൽ അയഡിൻ ചേർക്കാത്ത ഉപ്പ് അത് ചേർത്തിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കുടലിലുള്ള മലം അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന മലം പുറന്തള്ളാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇനി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ നാരുകളുള്ള ഭക്ഷണം തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ബാർലി, ഓട്സ് അല്ലെങ്കിൽ തവിടുള്ള ധാന്യങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക എന്നുള്ളതാണ്. ഒരു ക്യാരറ്റ് ദിവസവും രാത്രി നന്നായിട്ട് കടിച്ചരച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും നന്നായിട്ട് ഫൈബർ കണ്ടൻറ്റ് കിട്ടാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണത്. ഇനി ദീർഘകാലമായിട്ട് മലബന്ധം വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആവണക്കെണ്ണ എന്നുള്ളത്. ആവണക്കെണ്ണ ഒരു ഇളം ചൂടുള്ള വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ ചേർത്ത് രാത്രിയിൽ കഴിക്കുന്നത് ഈ മലബന്ധത്തിന് ഒരു ശമനം ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടും ഇപ്പം നമ്മുടെ ക്ലിനിക്കിൽ വന്ന ആളുകൾ പറയാറുണ്ട്, ഞാൻ വെള്ളം കുടിക്കുന്നത് കൂട്ടിയിട്ടുണ്ട്, ഞാൻ നാരുകൾ കഴിക്കുന്നത് കൂട്ടിയിട്ടുണ്ട്, ഞാൻ പറയുന്ന പല ടിപ്സുകളും ട്രൈ ചെയ്തിട്ടുണ്ട്, എന്നിട്ടും എനിക്ക് ഈ പ്രശ്നം എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം. നമ്മളിവിടെ നിങ്ങളുടെ മലബന്ധത്തിൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള ലക്ഷണങ്ങളും അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്താണെന്നും കണ്ടെത്തിയിട്ടാണ് ചികിത്സ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പല കേസുകളിലും ഇത് പൂർണ്ണമായിട്ട് മാറ്റി കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്, നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.